നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രവിയേട്ടന് സന്തോഷായില്ലേ? ഒരു കുഞ്ഞായിരുന്നില്ലേ രവിയേട്ടന്റെ സ്വപ്നം? അതെ, ഇപ്പോഴും ഇത് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരിക്കലും നമുക്കുണ്ടാവില്ല എന്ന് കരുതിയ ഭാഗ്യമാണ് ഈശ്വരൻ നമുക്കിപ്പോ തന്നിരിക്കുന്നത്. അതെ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചിരുന്നു എന്ന് രവിയേട്ടൻ അറിയോ? എന്റെ സങ്കടം കണ്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു തന്നെ. അതെ, നമ്മളെപ്പോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാ എൻ്റെ അച്ഛനും അമ്മയും. അവർക്കിതറിയുമ്പോൾ വലിയ സന്തോഷമാവും. ആ, ഒരു കുഞ്ഞ് നമുക്കിടയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ രവിയേട്ടൻ മദ്യപാനത്തിലേക്കൊക്കെ പോയത്. ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, നമ്മുടെ കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും ഞാനിനി ചെയ്യില്ല. ഹർഷ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഇനി അതോർത്ത് വിഷമിക്കണ്ട. രവിയേട്ടന്റെ അവകാശിയായി ഉടനെ ഒരു കുഞ്ഞ് ഭൂമിയിലുണ്ടാവും. ഇനി ഒരിക്കലും നമ്മുടെ ചോരയില് കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാ ഞാൻ കരുതിയത്. ഹർഷ, അങ്ങനെയൊന്നും കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ കിടന്നോ. ഗ്ലാസിങ്ങിതാ. കണ്ണടഞ്ഞു പോകുന്നുണ്ട്. തലയ്ക്ക് നല്ല വേദനയുണ്ട്. മനസ്സിലെ സന്തോഷം കൊണ്ട് രവിയേട്ടനോട് ഒരുപാട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ വയ്യാഞ്ഞിട്ട് സംസാരിച്ചത്. അതിന് ഇനി സമയമുണ്ടല്ലോ, നീ ഉറങ്ങിക്കോ. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥന കൂടി വേണം. ആറ് മാസമായില്ലേ ഡോക്ടറെ നമ്മളിവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്? ഇതുവരെ പോസിറ്റീവായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡിസപ്പോയിന്റഡ് ആവാതെ രവി. അതല്ല ഞാൻ ആദ്യം പറഞ്ഞേ, ഈ കാര്യത്തില് ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടായേ പറ്റൂ. എന്നേക്കാളും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് രവിയേട്ടനാ. ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മുതല് രവിയേട്ടൻ വലിയ ദുഃഖത്തില്. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശരി ഡോക്ടർ. ഹർഷം ഒന്ന് പുറത്തേക്ക് ഇരിക്കാവൂ. എനിക്ക് രവിയോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടർ, എനിക്കെന്തെങ്കിലും? അതൊന്നുമല്ല,
ഹർഷയോട് പിന്നീട് സംസാരിക്കാം. ആദ്യം രവിയോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സമാധാനമായിട്ട് പുറത്തു പോയിരിക്കും. നീ ഒന്ന് പുറത്തേക്ക് ഇരിക്കേ. ശരി. എന്താ ഡോക്ടർ? തൽക്കാലം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹർഷ കേൾക്കണ്ട. അതുകൊണ്ടാ ആ കുട്ടിയെ ഞാൻ പുറത്തിരുത്തിയത്. പറയൂ ഡോക്ടർ. രവി വിഷമിക്കരുത്. പരിശോധനയിൽ നിന്ന് മനസ്സിലായത് രവിക്കാണ് കുഴപ്പമെന്ന. അത് തൽക്കാലം ഹർഷ അറിയണ്ട. പക്ഷേ രവി അതറിഞ്ഞിരിക്കണം. അതെങ്ങനെ ശരിയാവും ഡോക്ടർ? ഹർഷ ഒരിക്കൽ ഗർഭിണി ആയതാ. എന്റെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചതല്ലേ? അതെ. പക്ഷേ ഇപ്പോഴത്തെ ടെസ്റ്റിൽ കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമുള്ള രവിയുടെ ആഹാര രീതിയോ മരുന്നിന്റെ മറ്റുപയോഗമോ ആയിരിക്കാം ഈ മാറ്റം. അപ്പോ ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? അതിനിങ്ങനെ ടെൻഷൻ ആവണ്ട. ഇത് അങ്ങനെ ഒരു അന്തിമ തീരുമാനമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. കാര്യങ്ങൾ ഞാൻ രവിയെ അറിയിച്ചെന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ 6 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ മാറ്റം ഉണ്ടായിക്കൂടാ എന്നുമില്ല. ഞാനിത് ഹർഷയെ അറിയിക്കണ്ടേ ഡോക്ടർ? തൽക്കാലം ഞാൻ ഈ പറഞ്ഞത് ഹർഷ അറിയണ്ട. ഒരു കുഞ്ഞിനെ ഈശ്വരൻ തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയതാ. ആ സ്ഥിതിക്ക് ഞാൻ ചതിക്കപ്പെട്ടതാണോ? അതോ ഹർഷ പറഞ്ഞതുപോലെ ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നെയാണോ? എന്തായാലും അത് അറിയണം.